ഇടത് സംഘടനാ പ്രവർത്തകനായ തന്നെ സഹസഹാക്കൾ തന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്ന ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പരാതി ഒരേ സംഘടനയിൽപ്പെട്ട സഹാക്കളെ പോലും പാർട്ടിക്ക് വേണ്ടി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതിന് നിറഞ്ഞ തെളിവായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഇല്ലായ്മകളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചതിലൂടെ വളരെ പെട്ടെന്ന് കേരളത്തിലെ സാധാരണക്കാരുടെ ഹീറോയായും സർക്കാരിന്റെ കണ്ണിലെ കരടായും മാറിയ ആളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം തലവൻ ഡോക്ടർ ഹാരിസ്. സഹപ്രവർത്തകനായ ഒരു സുഹൃത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കാൻ അവർ കാണിച്ച വ്യഗ്രതയും നാടകീയതയും ഈ കോളേജിന്റെ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെടേണ്ടതും ഹിപ്പോക്രാറ്റിക് പ്രതിജ്ഞയ്ക്ക് വിരുദ്ധവുമാണ്. സാധാരണക്കാരനു വേണ്ടി സംസാരിച്ചപ്പോൾ ലോകം കൂടെ നിന്നു. എന്തോ ചില വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഒരു സഹപ്രവർത്തകനെ ജയിലിലേക്കും ഒരുപക്ഷെ മരണത്തിലേക്കും എത്തിക്കാൻ ചിലർ ശ്രമിച്ചു. കാലം അവർക്ക് മാപ്പ് നൽകട്ടെ. ഓഗസ്റ്റ് 11-ന് കേരള മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് വാട്സാപ്പ് ഗ്രൂപ്പിൽ കുറിച്ച പോസ്റ്റിൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞു, പ്രിൻസിപ്പലും സൂപ്രണ്ടും വാർത്താ സമ്മേളനം നടത്തിയത് എന്നെ ഞെട്ടിച്ചു. പഠനകാലം മുതൽ കാണുന്ന സഹപ്രവർത്തകരാണ്. അവർ പിന്നിൽ നിന്ന് കുത്തുമെന്ന് കരുതിയില്ല. ഉപകരണങ്ങളെല്ലാം ഉണ്ടെന്നും പ്രശ്നങ്ങളൊന്നുമില്ലെന്നും എന്നോട് പറഞ്ഞവരാണ് പിന്നീട് വാർത്താ സമ്മേളനം നടത്തിയത്. അതിൽ വിഷമമുണ്ട്. അവർക്ക് പരിചയമില്ലാത്ത ഉപകരണമല്ലല്ലോ മേഴ്സിലോസ്കോപ്പ്. അതേക്കുറിച്ച് എന്നോട് ചോദിക്കാമായിരുന്നു. എല്ലാം തുറന്നു പറഞ്ഞതിന്റെ വിരോധമാകാം, ഹാരിസ് പറഞ്ഞു. ഏതായാലും അന്ന് തന്നെ പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും കേരള മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയത്രേ. സീനിയറായ 6 പേരെ മറികടന്ന് ഒരാൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ വലിയ പദവി നേടാനുള്ള 30 വെള്ളിക്കാശായി ഈ നല്ല സമരിയക്കാരൻ. ഇങ്ങനെയൊക്കെ നേടിയതുകൊണ്ട് എന്ത് സംതൃപ്തി. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിനുണ്ടായ അനുഭവത്തിന് സമാന്തരമാണ് ഡോക്ടർ ഹാരിസിന്റെ അനുഭവം. നവീൻ ബാബുവും കുടുംബവും അറിയപ്പെടുന്ന പാർട്ടി കുടുംബക്കാരാണ്. എന്നിട്ടും കണ്ണൂരിലെ നേതാവ് PP ദിവ്യ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തി ആത്മഹത്യയിലേക്ക് നയിച്ചതായാണ് ആരോപണം. പോലീസ് തടവിലായിരുന്ന ദിവ്യ പുറത്തു വന്നപ്പോൾ സ്വീകരിക്കാൻ പ്രമുഖ സഖാക്കളെല്ലാം ജയിൽ മുറ്റത്തെത്തി. 2025 ജൂൺ 28-ലെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഉപകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജറികൾ മുടങ്ങുന്നതിനെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയത്. പലപ്പോഴും ഉപകരണങ്ങൾ രോഗികളെ കൊണ്ട് വാങ്ങിപ്പിച്ചും ഡോക്ടർമാർ പിരിവെടുത്തു വാങ്ങിയുമാണ് ശസ്ത്രക്രിയകൾ നടത്തുന്നതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. നിമിഷങ്ങൾക്കകം പോസ്റ്റ് വൈറലായി. എല്ലാം കേമമെന്ന് പറയുന്ന സർക്കാർ നടുങ്ങി. മെഡിക്കൽ കോളേജിൽ ഒരു പ്രശ്നവുമില്ലെന്ന് ജൂൺ 28-ന് തന്നെ ആരോഗ്യവകുപ്പ് ആക്ടിംഗ് ഡയറക്ടർ ഡോക്ടർ വിശ്വനാഥൻ ഫേസ്ബുക്കിൽ പറഞ്ഞു. എന്നാൽ മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഡോക്ടർ ഹാരിസിനെ പിന്താങ്ങി രംഗത്ത് വന്നു. ഡോക്ടറെ കൊടുക്കാനായിരുന്നു പിന്നീടുള്ള നീക്കങ്ങൾ. സർക്കാർ അന്വേഷണത്തിൽ ഇടതുപക്ഷ അനുഭാവിയാണ് ഡോക്ടർ എന്ന് കണ്ടു. അതോടെ ഡോക്ടർ ഹാരിസ് നല്ലവനാണെന്നും നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞതാണെന്നും ആരോഗ്യമന്ത്രിക്ക് മനസ്സിലായി. എങ്കിലും സർക്കാരിന്റെ ശത്രുക്കൾ അത് സർക്കാരിനെതിരായ ആയുധമാക്കും എന്ന് മുഖ്യമന്ത്രി കണ്ടു. അതോടെ സഖാക്കൾ ഡോക്ടർക്കെതിരെ തിരിഞ്ഞു. മെഡിക്കൽ കോളേജ് സംരക്ഷിക്കാൻ മെഡിക്കൽ കോളേജിന് ചുറ്റും ഇടത് ജീവനക്കാർ മനുഷ്യമതിൽ തീർത്തു. കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷം ഹാരിസിന്റെ വാക്കുകൾ ഏറ്റെടുത്തു. മാധ്യമങ്ങളും ജനവും ഹാരിസിനൊപ്പം നിന്നു. സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. യൂറോളജി വിഭാഗത്തിലെ ഏതോ ഉപകരണം കാണാനില്ലെന്ന് ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തു. ഹാരിസിനെ കള്ളനാക്കുകയായിരുന്നു ലക്ഷ്യം. പരിശോധിച്ചപ്പോൾ ആ ഉപകരണം അവിടെയുണ്ടെന്ന് കണ്ടു. അതോടെ പുതിയ അന്വേഷണമായി. സമ്മർദ്ദം സഹിക്കാനാവാതെ ഡോക്ടർ ഓഗസ്റ്റ് 4 മുതൽ 4 ദിവസം അവധിയിൽ പോയി. ഇതിനിടെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും ഡോക്ടർ ഹാരിസിന്റെ മുറി പൂട്ട് തകർത്ത് തുറന്നു പരിശോധിച്ചു. അവിടെ കണ്ട പുതിയ പെട്ടിയെക്കുറിച്ച് സംശയമുണ്ടെന്ന് പത്രക്കാരോട് പറഞ്ഞു. ആ പെട്ടിയിൽ പ്രിൻസിപ്പൽ സംശയിച്ച ഉപകരണമില്ലെന്നും എറണാകുളത്ത് റിപ്പയറിംഗിന് കൊടുത്തുവിട്ട ഉപകരണമാണെന്നും ഡോക്ടർ ഹാരിസ് വിശദീകരിച്ചു. എറണാകുളത്തെ കമ്പനിക്കാരും അതുതന്നെ പറഞ്ഞു. അതോടെ എല്ലാ കെണികളും തകർന്നു. ഹാരിസിനെ കുടുക്കാൻ നോക്കിയവരെല്ലാം ജനങ്ങളുടെ മുന്നിൽ നഗ്നരായി. ഇതൊക്കെയാണെങ്കിലും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച ഒരു വലിയ സാമൂഹിക യാഥാർത്ഥ്യമുണ്ട്. ഓഗസ്റ്റ് 11-ന് കണ്ണൂർ ജില്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ തകർക്കാൻ വരുന്ന കോർപ്പറേറ്റ് ഭീമന്മാരെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിലെ ഒരു അണുകുടുംബം ആരോഗ്യ പാലനത്തിനായി മാസം 2226 രൂപ ചെലവാക്കുന്നുവെന്നാണ് കണക്ക്. ഇത് മുതലാക്കാൻ കൂറ്റൻ അന്താരാഷ്ട്ര കമ്പനികൾ കേരളത്തിലേക്ക് വരികയാണ്. 1985-ൽ ന്യൂയോർക്കിൽ പീറ്റർ പീറ്റേഴ്സണും സ്റ്റീഫൻ ഷവർസ്മാനും ചേർന്ന് സ്ഥാപിച്ച ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയായ ബ്ലാക്ക് സ്റ്റോണിന്റെ ക്വാളിറ്റി കെയർ ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യയിൽ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി തുടങ്ങി. റിയൽ എസ്റ്റേറ്റ്, പ്രൈവറ്റ് ഇക്വിറ്റി, ലൈഫ് സയൻസ് മേഖലകളിൽ കച്ചവടം നടത്തുന്ന ബ്ലാക്ക് സ്റ്റോണിന്റെ മുതൽ മുടക്ക് $1.1 ട്രില്യൺ ആണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം സൗജന്യ ചികിത്സയ്ക്കായി 1498.5 കോടി രൂപ കേരളം ചെലവാക്കി. സൗജന്യമായി മരുന്ന് നൽകാൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലൂടെ 3300 കോടിയും ചെലവാക്കി. കേരളത്തിലെ 42.5 ലക്ഷം കുടുംബങ്ങൾ സൗജന്യ ചികിത്സാ പദ്ധതിയിൽ വരുന്നുവെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നാളെ ഡോക്ടർ ഹാരിസിനെയും ഇത്തരം ഭീമന്മാർ സ്വന്തമാക്കുകയില്ല എന്ന് ആർക്ക് പറയാനാകും?